അരുൺ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആര്യടൻ മുഹമ്മദ് 77 പോയി മത്സരിച്ചിട്ട് 34 വർഷം തുടർച്ചയായിട്ട് MLA ആയത്. ഓരോ വർഷവും ഇവിടുത്തെ ജനപ്രതിനിധിയായി മത്സരിച്ച് 5 വർഷം കൂടുമ്പോ ജനപ്രതിനിധിയായി മത്സരിച്ച് ജനങ്ങളുടെ വിശ്വാസവും വോട്ടും നേടിക്കൊണ്ട് തന്നെയാണ് അങ്ങനെയാ 34 വർഷം. ആ 34 വർഷം ആര്യാടൻ ഉഴുതുമറിച്ച വികസന പ്രവർത്തനങ്ങളല്ലാതെ ചൂണ്ടിക്കാണിക്കാൻ മറ്റൊന്നുമില്ലാത്തവർ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് ചർച്ചയെ വഴിമാറ്റിവിടാൻ ശ്രമിച്ചു. ആത്മവിശ്വാസം നിലമ്പൂരിന്റെ കാര്യത്തിലുണ്ടെന്നാണ് നസറുള്ള പറഞ്ഞു. ആര്യാടൻ ഉഴുതോ മറച്ചോ എന്തോ ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചല്ലോ, ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും വോട്ട് കോൺഗ്രസിന് വേണ്ട, UDF-ന് വേണ്ട എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ അങ്ങക്ക് ധൈര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഇനി തെന്നി മാറരുത്. ഞങ്ങൾക്ക് എന്താ മടി? ഞങ്ങൾ ഒരു കാലഘട്ടത്തിലും ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും പ്രോത്സാഹിപ്പിച്ചൊരു പാർട്ടിയല്ല. അങ്ങനെ വർഗീയ വോട്ട് വേണ്ട എന്ന ചോദ്യമാണ് എന്ന് പറയുമോ? ന്യൂനപക്ഷ വർഗീയതയുടെയും ഭൂരിപക്ഷ വർഗീയതയുടെയും പ്രവർത്തന ഫലമായി വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ട പ്രസ്ഥാനം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് എന്ന് മാത്രം. ഈ തെരഞ്ഞെടുപ്പിൽ ആ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് താങ്കൾ ഇവിടെ പറയുമോ? ഇത്ര ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ഈ ഉത്തരവാണ് ചോദിച്ചത്. ഞാൻ പറയാം, ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമാണ്. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വികസനമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഗൗരവമുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടിടത്തേക്ക് ദിശ മാറ്റിവിടാൻ, ചർച്ച വഴിമാറ്റിവിടാനുള്ള ശ്രമം നടത്തിയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം എന്റെ അടുത്ത് നിന്ന് കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഞാൻ പറയുന്നത് നിലമ്പൂരിലെ ഉത്ബുദ്ധരായ ജനങ്ങൾക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ പിന്നെ അരുൺ പറഞ്ഞ ഒറ്റ കാര്യത്തിന് മറുപടി. 34 കൊല്ലം ആര്യടൻ മത്സരിച്ച് അതിനുശേഷം ആര്യടന്റെ മകനെന്തേ തോറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു വികസനവും നടത്തിയിട്ടില്ല എന്നാണോ അതിനർത്ഥം? ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ചോദ്യത്തിന് എന്റെ കയ്യിൽ നിന്ന് ഉത്തരം കിട്ടില്ല എന്നാ പറഞ്ഞേ. അതായത് ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ട് വേണം, ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് വേണം, ഈ വോട്ടൊക്കെ പിടിച്ചാലും നിലമ്പൂര് നിങ്ങൾ ജയിക്കില്ലെന്ന് 100% ഉറപ്പ്.